പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ല എന്ന പരാതിയുമായി കൊണ്ടാഴി മേഖലയിലെ കർഷകർ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. സംസ്ഥാന പാതയിൽ അക്കിക്കാവിലെ ഗതാഗതക്കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. മുന്നൊരുക്കങ്ങളില്ലാതെ ശുദ്ധജല പദ്ധതിയുടെ പഴയ പൈപ്പുകൾ മാറ്റുന്നതാണ് കുരുക്കിന് കാരണം. പോഷകാഹാരം ലഭിക്കാതെ ദേശീയ കബഡി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളോടാണ് അവഗണന. കൊടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. തൃപ്രയാറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. കുഴൂർ ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുന്നു. ടാറിടൽ പൂർത്തിയാക്കാത്ത കരാറുകാരനെ മുന്നറിയിപ്പ് നോട്ടീസ് നൽകി റീബിൽഡ് കേരള. വാർത്തകൾ വിശദമായി. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. കുരിശിലേറിയതിന്റെ 3-ാം നാൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കിയാണ് ഈസ്റ്റർ ആഘോഷം. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയായി. പള്ളികളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ച് ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും നടന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും, വ്യാകുലമാതാവിൻ ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിഞ്ഞാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടനും, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെയിന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിച്ചു. തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികനായി. മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി ഫാദർ ഹെഡ്ലി നീലങ്കാവിൽ, കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വെല്ലൂരാൻ, സഹവികാരിമാരായ ഫാദർ പ്രിജോവ് വടക്കേത്തല, ഫാദർ ജീസ്മോൻ ചെമ്മണ്ണൂർ എന്നിവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് നടത്തുകൈക്കാരൻ ലൂവി കണ്ണാത്ത്, കൈക്കാരന്മാരായ ജോസ് ചിറ്റാട്ടുകര, ജോജു മഞ്ഞില, തോമസ് കോനിക്കര എന്നിവർ നേതൃത്വം നൽകി. അടിതെറ്റി വീണാലും ഉയിർപ്പുണ്ട് എന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നത് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രതീക്ഷ എന്ന ഒന്നില്ലെങ്കിൽ ജീവിതമില്ലെന്നും ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നത് എന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈസ്റ്റർ ദിനത്തിൽ തൃശൂർ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തി. തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തിയ സുരേഷ് ഗോപിയെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. പ്രതീക്ഷ ഒരിക്കലും നിങ്ങൾ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയർപ്പുണ്ട്. അടിതെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക്. അത് ആഘോഷിക്കപ്പെടട്ടെ സന്തോഷത്തോടെ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിച്ചു. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. മണ്ണുത്തി ഇടപ്പള്ളി പാതയിൽ ഗതാഗത സൗകര്യം സുഗമമാകുന്നതുവരെ പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തിവെച്ച് ഈ മാസം 16-ന് തൃശൂർ ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ശനിയാഴ്ച രാത്രി റദ്ദാക്കി. പാതയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കുകയും ചെയ്തു. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകിയ പശ്ചാത്തലത്തിലാണ് ടോൾ പിരിവ് നിർത്തിവെച്ചുള്ള ഉത്തരവ് കലക്ടർ തന്നെ മരവിപ്പിച്ചത്. അടിപ്പാത നിർമ്മാണത്തിന്റെയും മറ്റ് അറ്റകുറ്റപ്പണികളുടെയും പശ്ചാത്തലത്തിൽ മണ്ണുത്തി ഇടപ്പള്ളി റൂട്ടിലും മണ്ണുത്തി വടക്കുംചേരി റൂട്ടിലും വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മണിക്കൂറുകളോളമാണ് വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നത്. ടോൾ നൽകിയിട്ടും തകർന്ന റോഡിലൂടെയും കുരുക്കിൽപ്പെട്ടും യാത്ര ചെയ്യുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. പാലിയേക്കരയിൽ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ച തൃശൂർ കളക്ടറെ അഭിനന്ദിച്ച് യാത്രക്കാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ 3 ദിവസം തികയും മുമ്പാണ് ഉത്തരവ് മരവിപ്പിച്ച് ടോൾ പിരിവ് പുനരാരംഭിച്ചത്. ഗതാഗതം സുഗമമാക്കുന്നതിനായി ചൊവ്വാഴ്ച നാഷണൽ ഹൈവേ അതോറിറ്റി RTO എന്നിവരുമായി റൂറൽ SP ചർച്ച നടത്തുമെന്ന് കളക്ടർ പറഞ്ഞു. TCV തൃശൂർ.
സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ലെന്ന് പരാതിയുമായി കർഷകർ. കൊണ്ടാഴി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമായ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലെ കർഷകരാണ് നെല്ല് നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ബാങ്കുകളിൽ നിന്ന് നെല്ലിന്റെ വില ലഭിക്കാതെ പ്രതിസന്ധിയിലായത്. ഡിസംബറിൽ കൊയ്ത്തുകഴിഞ്ഞ് ഫെബ്രുവരി ആദ്യവാരത്തിലാണ് നെല്ല് കൊണ്ടുപോയത്. കൊണ്ടാഴി പഞ്ചായത്തിൽ മാത്രമല്ല, സമീപ പഞ്ചായത്തുകളിലെ കർഷകർക്കും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ലഭിച്ചിട്ടില്ല. ഒന്നാം വിള ഇറക്കേണ്ട സമയമായിട്ടും രണ്ടാം വിള നെല്ലിന്റെ വില ലഭിക്കാത്തത് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. കർഷകരുടെ നെല്ലിന്റെ വില നൽകാനായി നിയോഗിച്ച കനറ ബാങ്കിൽ നെല്ല് കൈപ്പറ്റ് രസീതി വാങ്ങിവെക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറയുന്നു. ബാങ്കും സപ്ലൈകോയുമായുള്ള കരാർ കാലാവധി മാർച്ച് മാസത്തിൽ തീർന്നതായാണ് ബാങ്ക് ജീവനക്കാർ കർഷകരോട് പറയുന്നത്. ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി PRS സ്വീകരിച്ച് കർഷകരുടെ നെല്ലിന് ലഭിക്കേണ്ട താങ്ങുവില നൽകി സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ചേലക്കോട് തെക്കുമുറി പാടശേഖര സമിതി പ്രസിഡന്റ് KR ചക്രപാണിധരൻ, സെക്രട്ടറി MS വേണുഗോപാൽ എന്നിവർ ആവശ്യപ്പെട്ടു. പല കർഷകരും സ്വർണം പണയപ്പെടുത്തിയും പലിശയ്ക്ക് പണമെടുത്തുമാണ് കൃഷി ഇറക്കിയിരുന്നത്. വില ലഭിക്കാത്തതിനാൽ കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. TCV ന്യൂസ്, ചേലക്കര. സംസ്ഥാന പാതയിൽ അക്കിക്കാവിലെ ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. സംസ്ഥാനപാത നവീകരണത്തിന് മുന്നോടിയായി ശുദ്ധജല പദ്ധതിയുടെ പഴയ പൈപ്പുകൾ മാറ്റുന്ന പണികൾ നടക്കുന്നതാണ് കുരുക്കിന് കാരണം. റോഡിന്റെ ഒരു വശം പൊളിച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. അക്കിക്കാവ് മുതൽ കൊങ്ങണ്ണൂർ വരെയുള്ള ഭാഗത്താണ് പൈപ്പിടൽ നടക്കുന്നത്. ഗതാഗത തടസ്സം മാറ്റാൻ വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള നടപടികൾ എടുക്കാത്തതാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാൻ കാരണം. ബ്ലോക്കിൽ നിന്ന് ഒഴിവാകാനായി ചെറിയ വഴികളിലൂടെ വലിയ വാഹനങ്ങൾ പോകാൻ ശ്രമിക്കുന്നതും ഗതാഗത തടസ്സത്തിന് ഇടയാക്കുന്നുണ്ട്. സമയനഷ്ടം ഒഴിവാക്കാൻ സ്വകാര്യ ബസ്സുകൾ എതിർദിശയിലൂടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും കരാറുകാരും ചേർന്നാണ് പലപ്പോഴും വാഹനത്തിരക്ക് ഒഴിവാക്കുന്നത്. ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ പോലീസ് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, കുന്നംകുളം. പോഷകാഹാരമില്ലാതെ ദേശീയ കബഡി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ. കഠിന വ്യായാമം ആവശ്യമുള്ള കബഡി പരിശീലനത്തിന് പോഷകാഹാരം ലഭിക്കാതെ വലയുന്നത് പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള 40ഓളം വിദ്യാർത്ഥിനികളാണ് നിലവിൽ പരിശീലന ക്യാമ്പിൽ കഴിയുന്നത്. ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥിനികളുള്ള ഏക കബഡി പരിശീലന കേന്ദ്രം കൂടിയാണ് പഴഞ്ഞി സ്കൂൾ. കഴിഞ്ഞ നവംബർ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കായികമേളയിൽ തൃശൂർ ജില്ലയ്ക്ക് ഗോൾഡ് മെഡൽ നേടിക്കൊടുക്കാൻ ഈ കബഡി താരങ്ങൾക്ക് സാധിച്ചു. സംസ്ഥാന ദേശീയ ജില്ലാ താരങ്ങൾ ഉൾപ്പെടുന്ന ഈ വിദ്യാർത്ഥിനികൾക്ക് കായിക അധ്യാപകരായ സുജേഷിന്റെയും കോച്ച് ലിജോയുടെയും നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. അത്യാവശ്യം വർക്കൗട്ട്, കബഡിയുടെ ഭാഗമായിട്ട് അത്യാവശ്യം വർക്കൗട്ട്, ഫിറ്റ്നസിന്റെ വർക്കൗട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഫുഡിന്റെയും പ്രോട്ടീൻ്റെ ഭയങ്കര കുറവുകളാണ് ഉള്ളത്. നമ്മളിങ്ങനെ കളിച്ചിട്ട് ജില്ലയ്ക്കൊക്കെ വേണ്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനുള്ള പ്രോട്ടീൻസ് ഒന്നും കിട്ടുന്നില്ല. ഫുഡ് ഐറ്റംസ് ഭയങ്കര കുറവാണ്. 19 കുട്ടികൾ നാഷണൽ കളിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുറേ പിള്ളേർ ഇവിടെ കളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നല്ല ഹെവി വർക്കൗട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോഷകാഹാരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾക്ക് ഇഞ്ചുറി ഒക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ കുറവ് വളരെ വലുതാണ് ഞങ്ങൾക്ക്. മികച്ച കായിക പ്രതിഭയുള്ള കുട്ടികൾ ക്യാമ്പിലുണ്ടെന്നും മിക്ക കുട്ടികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നുമാണ് വരുന്നതെന്നും സ്വന്തമായി വീടുപോലും ഇല്ലാത്ത കുട്ടികളും പരിശീലനത്തിൽ ഉണ്ടെന്നും കുട്ടികൾക്ക് ആവശ്യമായ പോഷകാഹാരം ലഭിക്കുന്നില്ലെന്നും കായികാധ്യാപകർ പറഞ്ഞു. ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലപ്പോഴും പല വർക്കൗട്ടുകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അത് ഭക്ഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രോബ്ലം ഞങ്ങളെ ശരിക്കും അലട്ടുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ഈ പോഷക സമൃദ്ധമായ എന്തെങ്കിലും ഒരു ഫുഡുകളൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു. കാരണം ഇനി വരുന്ന ഭാവിയിലൊരു ഇന്ത്യൻ പ്ലെയേഴ്സുകളാണ് നമ്മുടെ ഈ കുട്ടികൾ. കാരണം കഴിഞ്ഞ വർഷം ഒരു 3-4 വർഷമൊക്കെ നാഷണൽ കളിച്ച കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. 35ഓളം കുട്ടികളും സംസ്ഥാന തലത്തിൽ പങ്കെടുത്ത കുട്ടികളാണ്. അതിൽ ഒരു 10ഓളം കുട്ടികൾ കേരള ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും മികച്ച റിസൾട്ടാണ് തൃശ്ശൂർ ജില്ലയ്ക്കും കേരളത്തിനും വേണ്ടി ഈ കുട്ടികൾ നൽകുന്നത്. നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് പരിശീലനത്തിനുള്ള മാറ്റ് ലഭിച്ചതെന്നും ദേശീയ നിലവാരത്തിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള കുട്ടികൾ സ്കൂളിലുണ്ടെന്നും കായികാധ്യാപകർ പറഞ്ഞു. വ്യായാമത്തോടൊപ്പം പോഷകാഹാരമുള്ള മികച്ച ഭക്ഷണം കൂടി നൽകിയാൽ മികച്ച കായിക താരങ്ങളെ നാടിന് സമ്മാനിക്കാനാകും.
അതിന് അധികൃതർ കനിയുക തന്നെ വേണം. TCV ന്യൂസ്, കുന്നംകുളം. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവിന് വെട്ടേറ്റു മരിച്ചു. മാരാങ്കോട് കനാൽപാലം റോഡിൽ ചേരിയേക്കര വീട്ടിൽ 40 വയസ്സുള്ള ശിശുപാലൻ എന്ന ഷിജുവാണ് മരിച്ചത്. വളർത്തുനായ്ക്കളെ സംബന്ധിച്ചുള്ള വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയായ അയൽവാസി ആട്ടോക്കാരൻ വീട്ടിൽ അന്തോണിയെ വെള്ളിക്കുളങ്ങര പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജോസ് എന്നയാളുടെ പറമ്പിൽ അന്തോണിയുടെ വളർത്തുനായ്ക്കൾ കൃഷി നശിപ്പിക്കുന്നത് സംബന്ധിച്ച് തർക്കമുണ്ടായി. ശിശുപാലൻ വളർത്തുന്ന നായയാണ് പറമ്പിൽ എത്തുന്നതെന്ന് അന്തോണി പറഞ്ഞതാണ് തർക്കത്തിന് ഇടയാക്കിയത്. ഇത് ചോദിക്കാനെത്തിയ ശിശുപാലനെ വടിവാളുമായി എത്തിയ അന്തോണി വെട്ടുകയായിരുന്നു. കഴുത്തിൽ വെട്ടേറ്റ ശിശുപാലൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പെയിന്റിംഗ് തൊഴിലാളിയായ ശിശുപാലൻ അവിവാഹിതനാണ്. തൃപ്രയാർ കിഴക്കേനടയിൽ ശാന്തി പാലസ് ഓഡിറ്റോറിയത്തിന് സമീപം സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് വയോധികൻ മരിച്ചു. താന്യം സ്വദേശി കൊല്ലംകുളങ്ങര 70 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട സ്കൂട്ടർ തൃപ്രയാർ ഭാഗത്തു നിന്ന് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. അപകടം നടന്നയുടനെ ആംബുലൻസിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരുവല്ലുവമലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വഴിയാത്രക്കാരൻ മരിച്ചു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് മരിച്ചത്. വെള്ളിയാഴ്ചയായിരുന്നു അപകടം. കരാർ അനുസരിച്ച് ടാറിടൽ പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ റീബിൽഡ് കേരള മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. കുഴൂർ പഞ്ചായത്തിലെ കുഴൂർ ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണ പൂർത്തീകരണമാണ് അനന്തമായി നീളുന്നത്. നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് 5 തവണയാണ് കരാർ നീട്ടി നൽകിയിട്ടുള്ളതെന്നും മെയ് 30-ാം തീയതിക്കകം ടാറിടൽ നടത്തിയില്ലെങ്കിൽ നഷ്ടപരിഹാരം ഈടാക്കി പുനഃക്രമീകരണത്തിന് നിർദ്ദേശം നൽകുമെന്നും റീബിൽഡ് കേരള പദ്ധതി നിർവഹണ തൃശൂർ യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CD ജൂഡ് ജോസഫ് അറിയിച്ചു. 2023 മാർച്ച് 20-ന് കരാറുകാരനുമായി 9 മാസത്തെ ഉടമ്പടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 5 തവണ കരാർ നീട്ടി നൽകുകയായിരുന്നു. പ്ലാന്റ് ലഭ്യമാകുന്നില്ലെന്നും ബില്ലുകൾ ലഭിച്ചില്ലെന്നും പറഞ്ഞ കരാറുകാരൻ വിഷുവിന് മുൻപ് ടാറിടൽ പൂർത്തിയാകുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല. റോഡ് സഞ്ചാരയോഗ്യമായെങ്കിലും ടാറിടൽ നടത്താത്തതിനാൽ പൊടിശല്യം രൂക്ഷമായത് നാട്ടുകാരുടെ പരാതിക്കിടയാക്കി. ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തീർക്കുന്ന ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ മഴ വരുന്ന നടക്കില്ല. അതിന് മുമ്പ് ഇപ്പോൾ പൊടി ശല്യം, അതിൽ പോകാൻ പറ്റുന്നില്ല. ഏക മാർഗ്ഗമാണ് ആശുപത്രിയിൽ പോകാനും സ്കൂളിൽ പോകുന്നതിനൊക്കെ ഉള്ള ഏക റോഡാണ്. നല്ല സ്പീഡിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു തടസ്സങ്ങളില്ലാത്തതുകൊണ്ട് സൈഡുകെട്ടും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ തീർത്തിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തീർക്കാനായിട്ടുള്ള ഇത് നടപടി ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കത്ത് കൊടുത്തിരിക്കുന്നത്. BMBC ടാറിടൽ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രളയത്തിൽ മുങ്ങിയ പഞ്ചായത്ത് റോഡ് റീബിൽഡ് കേരളയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.37 കോടി രൂപ ചെലവഴിച്ചാണ് പുനർനിർമ്മാണം നടത്തുന്നത്. 1.8 കിലോമീറ്റർ വരുന്ന റോഡിന്റെ വശങ്ങൾ കെട്ടൽ, കാന നിർമ്മാണം, ചപ്പാത്ത്, റോഡ് ഉയർത്തൽ എന്നിവ പൂർത്തിയാക്കി മെറ്റൽ വിരിച്ചു. 3.75 മീറ്റർ വീതിയിലുള്ള റോഡിന്റെ ടാറിടലും അനുബന്ധമായുള്ള കോൺക്രീറ്റിംഗുമാണ് അവശേഷിക്കുന്നത്. TCV ന്യൂസ്, മാള. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേബിൾ TV ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയ തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ് 2025ന്റെ ഭാഗമായുള്ള ബമ്പർ സമ്മാനമായ EV കാർ ലഭിച്ചത് കോലഴി സ്വദേശി CN ഹരീഷ് കുമാറിന്. സമ്മാന പെരുമഴ കൊണ്ടും ഉപഭോക്താക്കളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ് തൃശൂർ കേരള വിഷൻ സമ്മാനോത്സവ്. സമ്മാനോത്സവ് 2025ന്റെ ബമ്പർ സമ്മാനമായ EV കാർ ലഭിച്ചത് M062318 എന്ന നമ്പറിന്റെ ഉടമയായ കോലഴി ചിന്മയ റോഡ് സ്വദേശി ചെമ്പൂക്കാട്ട് ഇല്ലം ഹരീഷ് കുമാറിനായിരുന്നു. ബമ്പർ സമ്മാനം ലഭിച്ച സന്തോഷത്തിലാണ് ഹരീഷും വീട്ടുകാരും. ഞങ്ങളെ ശരിക്ക് വടക്കാഞ്ചേരിക്കാരാണ്. പിന്നീട് കുട്ടികളുടെ പഠനാവശ്യത്തിന് ഇങ്ങോട്ട് കോലഴിക്ക് ചിന്മയിലാണ് കുട്ടികൾ പഠിച്ചിരുന്നത്. മോളിപ്പോൾ ഡിഗ്രിക്കായി, മോനിപ്പോഴും ചിന്മയിൽ കണ്ടിന്യൂ ചെയ്യണം. അവിടെ ആയിരുന്നപ്പോഴും നമ്മൾ കേരള വിഷൻ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണു. ഇപ്പോഴും നെറ്റും വൈഫൈ എടുത്തിട്ടുണ്ട്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ ആളെത്തും. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേറെ സർവീസ് ഇഷ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ബമ്പർ സമ്മാനമായിട്ട് കാറ് വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായി, സന്തോഷമായി. പിന്നെ വളരെ സന്തോഷം. നല്ല ഭാഗ്യമല്ലേ കിട്ടിയത്. നന്നായി. കേരള വിഷൻ്റെ നല്ല പ്രവർത്തനമാണ്, നല്ല സർവീസാണ്.
ചലച്ചിത്ര താരം ജയരാജ് വാര്യരാണ് നറുക്കെടുപ്പ് നിർവഹിച്ചത്. സിഒഎ ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, KCCL ഡയറക്ടർമാരായ KV രാജൻ, VP ബിജു, സിഒഎ ജില്ലാ സെക്രട്ടറി P ആന്റണി, സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. TC വിനോസ്, തൃശൂർ. തനിക്കെതിരെയുള്ള ലഹരിക്കേസ് റദ്ദാക്കാൻ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി നടൻ ഷൈൻ ടോം ചാക്കോ. ഇക്കാര്യത്തിൽ ഷൈൻ നിയമോപദേശം തേടി. തനിക്ക് പങ്കില്ലാത്ത കേസിൽ തന്നെ പ്രതിയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിക്കാനാണ് നീക്കം. കേസിൽ പോലീസ് കുടുക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. അതേസമയം ഷൈൻ ഇടപാടുകാർക്ക് പണം നൽകിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് നടന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കും. മൊഴിയിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അടുത്ത ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാസപരിശോധനാ ഫലം പോസിറ്റീവായാൽ കൂടുതൽ വകുപ്പ് ചുമത്താനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം ഷൈനിനെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടി വിൻസി സർക്കാരിനെ അറിയിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. സാമവേദാചാര്യൻ തോട്ടം കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യ 62 വയസ്സുള്ള അജിത കുമാരി അന്തർജനമാണ് മരിച്ചത്. വൈക്കം തലയോലപ്പറമ്പ് ചെറുമണൽമന കുടുംബാംഗമാണ്. വിഷുദിനത്തിൽ രാവിലെ നിലവിളക്കിൽ നിന്ന് വസ്ത്രത്തിലേക്ക് തീ പടരുകയായിരുന്നു. മകന്റെ വിയോഗം താങ്ങാനാകാതെ അമ്മയും യാത്രയായി. വേലൂർ പുലിയന്നൂർ മാടശ്ശേരി കിഴക്കൂട്ട് ശരത്തിന്റെ അമ്മ ശോഭനയാണ് മരിച്ചത്. ഇവരുടെ മകൻ അപ്പു എന്ന് വിളിക്കുന്ന 26 വയസ്സുള്ള ശരത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഹൃദയാഘാതം സംഭവിച്ച് മരിച്ചിരുന്നു. കേച്ചേരിയിലെ കൊറിയർ സർവീസിലെ ജീവനക്കാരനായിരുന്നു ശരത്ത്. ജോലി സംബന്ധമായി ബാങ്കിലേക്ക് പോകുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ മകന്റെ സംസ്കാര ചടങ്ങിലാണ് ശോഭന കുഴഞ്ഞു വീണത്. അബോധാവസ്ഥയിലായ ശോഭന തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ മരിക്കുകയായിരുന്നു. ചുട്ടുപൊള്ളുന്ന വെയിലിന് ആശ്വാസമായി ഇത്തവണ വേനൽ മഴ ലഭിച്ചത് റിസർവ് വനങ്ങളിലെ കാട്ടുതീയുടെ ദുരിതം ഇല്ലാതാക്കി. വനപാലകർക്ക് ആശ്വാസം പകർന്ന വേനൽ മഴ. മുൻ വർഷങ്ങളിൽ റിസർവ് വനങ്ങളിൽ കാട്ടുതീ വലിയ തോതിൽ നാശം വിതച്ചിരുന്നു. 2023 അതിരപ്പള്ളി റേഞ്ചിൽ മാത്രം 30 ഹെക്ടർ പ്രദേശത്ത് കാട്ടുതീ പടർന്നു പിടിച്ചു. അടിക്കാടുകളും മുളക്കൂട്ടങ്ങളും കത്തിയമർന്നു. പാലപ്പള്ളി റേഞ്ചിലും ഇതേ വർഷം വലിയ തോതിൽ കാടിന് നാശമുണ്ടായി. കഴിഞ്ഞ വർഷവും പാലപ്പള്ളിയിൽ കാട്ടുതീ പടർന്നു പിടിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ലഭിച്ച വേനൽ മഴ വനപാലകർക്ക് വലിയ ആശ്വാസം നൽകുന്നതായിരുന്നു. വേനൽ ചൂട് ശക്തമായ മാർച്ച് മാസത്തിൽ 3 തവണ വനത്തിൽ ശക്തമായ മഴ പെയ്തു. ഈ മാസത്തിലും മഴ ലഭിച്ചതോടെ കാട്ടുതീയുടെ ആശങ്ക അകലുകയായിരുന്നു. വനത്തിൽ പച്ചപ്പ് പ്രകടമാണ്. വേനലിൽ ഇലപൊഴിയാറുള്ള മരങ്ങളെല്ലാം പച്ചപിടിച്ചു നിൽക്കുകയാണ്. വനപാലകർക്കാണ് ഇത് ഏറ്റവും ഗുണം ചെയ്തത്. അടിക്കാടുകൾ കത്തിപ്പോകുന്നത് വനത്തിന് നല്ലതാണെങ്കിലും അഗ്നിബാധ ഉൾക്കാട്ടിലേക്ക് പടർന്നു പിടിക്കാതിരിക്കാൻ വലിയ തോതിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. ഇത് ദുഷ്കരവും പണച്ചിലവ് ഏറിയതുമാണ്. വന്യമൃഗങ്ങളുടെ നാട്ടിലേക്കുള്ള കടന്നുവരവും ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ് വനവകുപ്പ് നേരിടുന്നത്. ഇതിനിടയിൽ ഇത്തവണ കാട്ടുതീ എന്ന വിപത്ത് മാറി നിന്നത് വനപാലകർക്ക് ഏറെ ആശ്വാസമാണ് പകർന്നത്. TCV ന്യൂസ്, ചാലക്കുടി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സെന്റ് ഫ്രാൻസിസ് ആശ്രമം സുപ്പീരിയർ ഫാദർ അഗസ്റ്റിൻ, സെന്റ് ഫ്രാൻസിസ് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ മാനുവൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. കൊടകരയിൽ മർമ്മ ചികിത്സാ കേന്ദ്രത്തിന്റെ മറവിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ സ്ഥാപന ഉടമ പിടിയിൽ. വല്ലപ്പാടിയിലെ ആർട്ട് ഓഫ് മർമ്മ എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൊടകര വട്ടേക്കാട് വിരിപ്പിൽ സിൻഡെക്സ് സെബാസ്റ്റ്യനെയാണ് കൊടകര പോലീസ് പിടികൂടിയത്. ഈ മാസം 15-ന് വലതുകൈയുടെ തരിപ്പിന് ചികിത്സയ്ക്കായി സ്ഥാപനത്തിൽ എത്തിയ തൃക്കൂർ സ്വദേശിക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. ഉഴിച്ചിലിനായി വനിതാ ജീവനക്കാർ ഉണ്ടായിരിക്കെ അവരെ ഒഴിവാക്കി പ്രതി ചികിത്സ എന്ന വ്യാജേന യുവതിയെ നിർബന്ധിച്ച് വിവസ്ത്രയാക്കുകയും ലൈംഗികാതിക്രമം നടത്തുകയുമായിരുന്നു. റിട്ടയേർഡ് ഡെപ്യൂട്ടി കൺട്രോളർ സ്റ്റേഷനറി ഓഫീസർ വീട്ടിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ. ആറ്റൂർ കുളക്കുന്ന് പുഷ്പകത്തിൽ 76 വയസ്സുള്ള രാമൻ നമ്പീശനെയാണ്
കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യേശുവിന്റെ ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് ആവിഷ്കരിച്ച തമ്പുരാൻ എന്ന ക്രിസ്തീയ സംഗീത വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. എല്ലാം അറിയുന്ന നാഥ എന്ന് തുടങ്ങുന്ന സംഗീത ആൽബം പൊൻകണ്ടം സെയിന്റ് ജോസഫ് ദേവാലയത്തിലാണ് ചിത്രീകരിച്ചത്. സാലിഷ് ശിവമാണ് ആൽബത്തിന്റെ സംവിധാനവും ഗാനരചനയും നിർവഹിച്ചിരിക്കുന്നത്. മിഥില മൈക്കിൾ ആലപിച്ച ഗാനത്തിന് സംഗീതം നൽകിയത് നൌഷാദ് തൃശൂർ ആണ്. രാജേഷ് ക്യാമറയും സാരംഗ് സംഗീത് എഡിറ്റിംഗും നിർവഹിച്ചു. സിവിൽ സർവീസ് അക്കാദമിക്ക് തൃശൂരിൽ തുടക്കം കുറിച്ച് പട്ടികജാതി ക്ഷേമ സമിതി. തൃശൂരിൽ കെ രാധാകൃഷ്ണൻ MP PKS സിവിൽ സർവീസ് അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ അധ്യക്ഷത വഹിച്ചു. MLA UR പ്രദീപ്, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, പട്ടികജാതി ക്ഷേമ സമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ്, വൈസ് പ്രസിഡന്റ് PA ലജിക്കുട്ടൻ, എക്സിക്യൂട്ടീവ് അംഗം NV സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ആദ്യ ഘട്ടത്തിലെല്ലാം മഹാഭൂരിപക്ഷത്തെയും പഴയന്നൂരിൽ വീട് കത്തിനശിച്ചു. പഴയന്നൂർ മേപ്പാടത്തുപറമ്പ് പാണഞ്ചേരി വീട്ടിൽ രുക്മിണിയുടെ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. അടുപ്പിന് സമീപത്തുണ്ടായിരുന്ന വിറകുകളിൽ നിന്ന് തീ പടരുകയായിരുന്നു. വൃക്ഷചികിത്സയിലൂടെ പുനർജീവിച്ച ആളൂരിലെ മുത്തശ്ശിമാവ് ഇക്കൊല്ലം നിറഞ്ഞു കായ്ച്ചു. ആളൂർ ജംഗ്ഷന് സമീപം നിൽക്കുന്ന നൂറ്റാണ്ടോളം പ്രായമുള്ള നാട്ടുമാവിലാണ് ഇത്തവണ മാമ്പഴം നിറഞ്ഞു കവിഞ്ഞത്. പോട്ട 3 പീടിക സംസ്ഥാന പാതയോരത്ത് ആളൂർ ജംഗ്ഷനിൽ നിൽക്കുന്ന നാട്ടുമാവുകളിൽ ഒന്നിനെയാണ് 3 വർഷം മുമ്പ് അജ്ഞാതർ തീയിട്ട് നശിപ്പിക്കാൻ നോക്കിയത്. ശിഖരങ്ങൾ വെട്ടിനീക്കുകയും ചുവട്ടിൽ വൈക്കോൽ കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് മാവിന്റെ തൊലി പൂർണ്ണമായും പൊള്ളലേറ്റ് നശിച്ചു. ആളൂർ പഞ്ചായത്ത് ജൈവപരിപാലന സമിതി കൺവീനർ PK കിട്ടൻ, മാവ് സംരക്ഷകൻ M മോഹൻദാസ് തുടങ്ങിയവർ ഇടപെട്ട് ഈ മുത്തശ്ശി മാവിനെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമം നടത്തി. കോട്ടയം സ്വദേശിയും വനമിത്ര പുരസ്കാര ജേതാവുമായ ബിനു സ്ഥലത്തെത്തി ആയുർവേദ വൃക്ഷചികിത്സ നടത്തിയതിനെ തുടർന്നാണ് മാവ് ആരോഗ്യം വീണ്ടെടുത്തത്. വൃക്ഷ ആയുർവേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം 3 തരത്തിലുള്ള മണ്ണ്, നാടൻ പശുവിന്റെ പാൽ, നെയ്യ്, ചാണകം, എള്ള്, കദളിപ്പഴം തുടങ്ങിയ 14 ഇനങ്ങൾ കുഴച്ചു ചേർത്തുണ്ടാക്കിയ മിശ്രിതം മാവിന്റെ തടിയിൽ തേച്ചു പിടിപ്പിച്ചാണ് ചികിത്സ നടത്തിയത്. പൊള്ളൽ കൂടുതലേറ്റ ഭാഗത്ത് എള്ള്, ഉഴുന്ന്, രാമച്ചം, അരിപ്പൊടി എന്നിവയിൽ നാടൻ പശുവിന്റെ പാൽ ചേർത്തുണ്ടാക്കിയ കുഴമ്പുകൊണ്ടുള്ള തരു ചികിത്സയും നടത്തി. പൊള്ളലേറ്റ് ഉണങ്ങിപ്പോകുമായിരുന്ന മാവ് മുത്തശ്ശി ക്രമേണ ആരോഗ്യം വീണ്ടെടുക്കുകയും പിറ്റേ വർഷം തന്നെ നിറഞ്ഞു പൂക്കുകയും ചെയ്തു. മാവിന്റെ കടഭാഗത്തുള്ള തടിയിൽ പൊള്ളലേറ്റ അടയാളങ്ങൾ ദൃശ്യമാണെങ്കിലും അതിജീവനത്തിലൂടെ വഴിയാത്രക്കാർക്ക് തണലും മാമ്പഴത്തിന്റെ മാധുര്യവും നൽകി ആളൂരിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുകയാണ് ഈ വൃക്ഷമുത്തശ്ശി. TCV ന്യൂസ്, കൊടകര. CPI ചാവക്കാട് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പൊതുയോഗം മുൻ കൃഷിവകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. MS സുബിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം NK സുബ്രഹ്മണ്യൻ, ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, ജില്ലാ കമ്മിറ്റി അംഗം CV ശ്രീനിവാസൻ, PK രാജേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകര കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഉയിർപ്പ് തിരുനാൾ ആഘോഷിച്ചു. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ മനോജ് മേക്കാടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരിമാരായ ഫാദർ അജിത്ത് തടത്തിൽ, ഫാദർ റെയ്സൻ തട്ടിൽ എന്നിവർ സഹകാർമ്മികരായി. ഇടവകയിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഉയിർപ്പിന്റെ ദൃശ്യാവിഷ്കാരവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യാശയുടെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി ആറ്റത്ര സെയിന്റ് ഫ്രാൻസിസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
ഇടവക പ്രധാന ട്രസ്റ്റി വിനു പി സൈമൺ, സിസ്റ്റർ ലിറ്റി ജോസഫ്, സിസ്റ്റർ ഷാരോൺ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ നടന്ന ഈസ്റ്റർ തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. ഡീക്കൻ ബിൻസ് മുട്ടത്തിൽ സഹകാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പട്ടിയേക്കൽ ഉയർപ്പ് തിരുനാൾ സന്ദേശം നൽകി. KCYM സംഘടനയുടെ നേതൃത്വത്തിൽ ഈശോയുടെ ഉയർപ്പിന്റെ ജീവനുള്ള ദൃശ്യാവിഷ്കരണം നടത്തി. കൈക്കാരന്മാരായ MV ഷാൻഡോ, TS ജെയ്സൺ, MK ജോൺസൺ, TO ഷൈജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മങ്ങാട് സെയിന്റ് ജോർജ് ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 107ാമത് സംയുക്ത ഊട്ടുതിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. തിരുനാൾ കൺവീനർ ഡെന്നി ഡേവിസ്, ജോയിന്റ് കൺവീനർ ബൈജു പുലിക്കോട്ടിൽ, യൂണിറ്റ് കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, ഫ്രാൻസിസ് ചൊവ്വല്ലൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏപ്രിൽ 20, 21, 22 തീയതികളിലാണ് തിരുനാൾ. ദേവാലയത്തിലെ ഈസ്റ്റർ കുർബാനയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികത്വം വഹിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പിന്റെ വേറിട്ട ദൃശ്യാവിഷ്കാരം നടത്തി മാള കോട്ടയ്ക്കൽ ആശ്രമ ഇടവക ദേവാലയം. ഉയിർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് യുവജന സംഘടനയായ യുവചാവറ കോട്ടയ്ക്കലും അൾത്താര സംഘവും ചേർന്നാണ് പുതുമയാർന്ന ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പള്ളി, ആർട്ട് ഡയറക്ടർ ജിൻഡോ കുടിയൻ എന്നിവർ നേതൃത്വം നൽകി. വെല്ലുവിളികളെ നേരിടാൻ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിയെടുക്കുകയാണ് പുതിയ തലമുറ. അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആയോധന കലകൾ അഭ്യസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ആത്മരക്ഷ ഉറപ്പുവരുത്തുകയാണ് കരാട്ടെ ഉൾപ്പെടെയുള്ള ആയോധന കലകൾ പരിശീലിക്കുന്നതിലൂടെ കുട്ടികളും രക്ഷിതാക്കളും ലക്ഷ്യമിടുന്നത്. ഡിജിറ്റൽ മാധ്യമങ്ങൾ രംഗത്തെത്തിയതോടെ കുട്ടികൾക്ക് ഇത്തരം കായിക പരിശീലനങ്ങളോടുള്ള ആഭിമുഖ്യം കുറഞ്ഞിരുന്നു. എന്നാൽ ഒരിടവേളയ്ക്ക് ശേഷം ആയോധന കലകൾ പരിശീലിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നതായി കഴിഞ്ഞ 40 വർഷമായി കരാട്ടെ പരിശീലിപ്പിക്കുന്ന ടോമി ഫ്രാൻസിസ് പറയുന്നു. കുട്ടികളോട്, പ്രത്യേകിച്ച് പെൺകുട്ടികളോടൊക്കെ കണ്ടുവരുന്ന അവർ അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇപ്പോൾ പല പാരൻസിനും അതിനോട് നല്ലൊരു താല്പര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുട്ടികൾക്കും നല്ലൊരു താല്പര്യം അതിനോട് വന്നു തുടങ്ങിയിട്ടുണ്ട്. കരാട്ടെ പഠിക്കണം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആയോധനകൾ പഠിക്കണം എന്നുള്ള ഒരു താല്പര്യം ഇപ്പോൾ പലർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കായികക്ഷമത നേടുക എന്നതിനൊപ്പം ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും ഇത്തരം പരിശീലനങ്ങൾ സഹായകരമാകുന്നുണ്ടെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എനിക്ക് പേഴ്സണലി ഒരു മെൻ്റൽ സപ്പോർട്ട് എന്ന രീതിയിൽ മനസ്സ് ശക്തി ആവണമല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഭയങ്കര ധൈര്യമാണ് എങ്ങോട്ട് പോകാനും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫിസിക്കലി അല്ലാണ്ട് തന്നെ മെൻ്റലിയും ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഏത് പ്രതിസന്ധികളെയും ശാരീരികമായും മാനസികമായും നേരിടാൻ ആയോധന കലകൾ സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് കുട്ടികൾ ചുവടുവെക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ സ്ഥാപനങ്ങളും പരിശീലനം നൽകുന്നുണ്ട്. എതിരാളിയെ മലർത്തിയടിക്കുക എന്നതിനപ്പുറം പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കുട്ടികളെ സജ്ജരാക്കുക എന്നതാണ് ഇത്തരം ആയോധന കലാ പരിശീലനങ്ങൾ ലക്ഷ്യമിടുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ബുധനാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 3 ഗജവീരന്മാർ അണിനിരക്കുന്ന എഴുന്നള്ളിപ്പും കിഴക്കൂട്ട് അനിയന്മാരാർ നയിക്കുന്ന മേളവും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് V. ശ്രീധരൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, തുളസി കണ്ണൻ, ശശി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരായി ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. മേജർ KP ജോസഫ് കിക്ക് ഓഫ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MM സലീം, സബ് കമ്മിറ്റി ചെയർമാൻ KA ഫരീദ് അലി, കൺവീനർ അക്ബർ അലി വെള്ളറക്കാട്, ഇടം സെക്രട്ടറി KP ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സമൂഹത്തിനിടയിൽ
കൊടകര സെയിന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ലിൻഡോ കരേക്കാടൻ സഹകാർമ്മികനായിരുന്നു. വെൽഫെയർ പാർട്ടി മതിലകം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് വൈപ്പി പാടത്തിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. പുളിഞ്ചോട് സെന്ററിൽ നിന്നും ആരംഭിച്ച പദയാത്ര വെൽഫെയർ പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് നവാസ് എടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. സക്കീർ കാതിക്കോട്, സയ്യിദ് നെടുമ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കൊണ്ടാഴി പഞ്ചായത്ത് 6-ാം വാർഡ് EM മടിച്ചി കോൺക്രീറ്റ് റോഡിന്റെ പണി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 50 വർഷത്തിലധികമായി മൺപാതയായി നിലനിന്നിരുന്ന പ്രദേശമായിരുന്നു ഇത്. കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 6-ാം വാർഡ് അംഗം ശിവൻ വീട്ടിക്കുന്ന് അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷാമോൾ, ബാബു EM മടിച്ചി, ഗീത പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ 5 വർഷക്കാലം മുന്നോട്ട് വന്നത് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അവധിക്കാല സിംപോസിയം സംഘടിപ്പിച്ചു. ഡോക്ടർ റീന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. CPT പ്രസിഡന്റ് PA നസീർ അധ്യക്ഷനായി. ഫിലിപ്പ് മമ്പാട്, റാഫി പൊന്നാനി, സൈഫുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മളൊരു മുടി വെട്ടാൻ പോയാൽ നമ്മൾ എവിടെയാണ് പോവുക? ഏറ്റവും നന്നായി AKTA കുതിരാൻ ഏരിയ PG യൂണിറ്റിന്റെ ടൈലർ ടച്ച് വസ്ത്രങ്ങളുടെ വിപണന കൗണ്ടറിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി നിർവഹിച്ചു. AKTA യൂണിറ്റ് ട്രഷറർ രേഷ്മ രാജേഷ് ആദ്യ വിൽപ്പന നടത്തി. ഏരിയ പ്രസിഡന്റ് TJ സണ്ണി, ഏരിയ ട്രഷറർ KK ശ്രീനിവാസൻ, അന്നമ്മ, രമാദേവി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണാറ യൂണിറ്റിന്റെ വിപണന കൗണ്ടറിന്റെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സുശീല രാജൻ ആദ്യ വിൽപ്പന നടത്തി. ഏരിയ പ്രസിഡന്റ് TJ സണ്ണി, ഏരിയ സെക്രട്ടറി TA ജയ, KK ശ്രീനിവാസൻ, AL പോളി, ബിൻസി ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നു. ഭക്തിസാന്ദ്രമായി ദേവാലയങ്ങളിലെ ഉയിർപ്പ് തിരുനാൾ ശുശ്രൂഷകളും ദിവ്യബലിയും. മണ്ണുത്തി ഇടപ്പള്ളി പാതയിലും മണ്ണുത്തി വടക്കുംചേരി പാതയിലും ഗതാഗത കുരുക്ക് രൂക്ഷം. ടോൾ നൽകി യാത്ര ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം കിട്ടിയില്ല എന്ന പരാതിയുമായി കൊണ്ടാഴി മേഖലയിലെ കർഷകർ. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യം. സംസ്ഥാന പാതയിൽ അക്കിക്കാവിലെ ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുന്നു. മുന്നൊരുക്കങ്ങളില്ലാതെ ശുദ്ധജല പദ്ധതിയുടെ പഴയ പൈപ്പുകൾ മാറ്റുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണം. പോഷകാഹാരം ലഭിക്കാതെ ദേശീയ കബഡി താരങ്ങൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളോടാണ് അവഗണന. കോടശ്ശേരി മാറാങ്കോട് അയൽവാസികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ യുവാവ് വെട്ടേറ്റു മരിച്ചു. തൃപ്രയാറിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികൻ മരിച്ചു. കുഴൂർ ഷാപ്പുംപടി ഐരാണിക്കുളം റോഡിന്റെ പുനർനിർമ്മാണം അനന്തമായി നീളുന്നു. ടാറിടൽ പൂർത്തിയാക്കാത്ത കരാറുകാരന് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി റീബിൽഡ് കേരളം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.